ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മളെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേര്, മറ്റു രണ്ടുപേരും ഇല്ല. ഒരാൾ പഠിക്കാൻ പോയി, ഒരാൾ ജോലിക്കും പോയി. ഞാൻ പോയില്ല, എന്റെ കണ്ണ് വയ്യാണ്ട്. പനി വന്നതിന് ശേഷം കണ്ണിങ്ങനെ ആയി, കുളിക്കാതിരുന്ന് കങ്കലതിയാണെന്ന് തോന്നുന്നു. എനിക്കിന്ന് ക്ലാസ് ഇല്ലായിരുന്നു. കുറച്ചേരാതെ നീറ്റിട്ട് ഇന്നലെ വെച്ച ഗോതമ്പഞ്ഞി കുടിക്കുന്നു. എനിക്ക് വേണ്ട. കുറച്ച് അച്ചാറും ഉണ്ട്, പുളിഞ്ചി അച്ചാർ. കൊള്ളാം, തണ്ടുപഴം കുടിക്കാൻ. ഐസ്ക്രീം ഒക്കെ കുടിക്കാൻ. ഗോതമ്പഞ്ഞി ഐസ്ക്രീമിന് പോകും. ഇനി നമുക്ക് ഒരുപാട് പണികളുണ്ട്, എല്ലാം കാണിച്ചത്. ഞങ്ങൾ ഒരു ദിവസം എന്തൊക്കെ പണികളാണ് ചെയ്യുന്നത്. വയ്യ, ക്ഷീണം പോലെ. എനിക്ക് സത്യം പനിയുടെ കണ്ണുണ്ട, നല്ലോണം കാണിച്ചു കൊടുക്കുന്ന. അത് വരുമ്പോൾ അടുത്തുണ്ട്, പേടിച്ചു വീങ്ങിയിരിക്കുന്നു. കണ്ണ് തുറക്കാൻ വയ്യായിരുന്നു രാവിലെ. വെള്ളം കോരാനൊക്കെ പോണം. കണ്ണെങ്കിലും നമുക്ക് വെള്ളം കോരണം. എനിക്ക് കഞ്ഞി കുടിക്കണം. വെള്ളം കോരണം. വെള്ളം കോരണം. കഞ്ഞി കുടിച്ചിട്ട് നമ്മള് കഞ്ഞി കുടിച്ച് തന്നിട്ട് വെള്ളമൊക്കെ കോരാൻ. ആദ്യം നമുക്ക് ടാങ്കില് നല്ല വെള്ളം കോരി വീട്ടിൽ കൊണ്ടുവയ്ക്കാം, വേവിക്കാനൊക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തോട്ടി പോണം വെള്ളം കോരാൻ. പിന്നെ കുറച്ച് വിറവും കൂടെ ഒക്കെ പറക്കണം. അതൊക്കെ തന്നെയാണ്. വെള്ളം കൊണ്ട് വീട്ടിൽ വെക്കാൻ പോട്ടെ. ഞാൻ ഈ വെള്ളം ഇവിടെ കോരി വെച്ച് അടച്ചിട്ട് മേൽ ചേച്ചിയുടെ വീട്ടിൽ പോയിരുന്നു. ഗോതമ്പഞ്ഞി ഉച്ചേ. എന്നിട്ട് ഈ വെള്ളം കൊണ്ട് വീട്ടിൽ കൊണ്ടുവയ്ക്കണം. പിന്നെ തോട്ടിൽ വെള്ളം കോരാൻ പോണം. ചേച്ചിയോട് അവരമ്മക്ക് കഞ്ഞി കൊണ്ടു കൊടുക്കാൻ പോയി. ഞാൻ വെള്ളം കൊണ്ടുവച്ചിട്ട് ഒന്നും കൂടെ വരണം. നമുക്ക് വീട്ടിലോട്ട് പോണം. ചേച്ചി അവിടെ ഇരിക്കുന്നു തോന്നുന്നു, കഞ്ഞിയും കൊണ്ട് കൊടുത്തിട്ട്. വെള്ളം കൊണ്ട് വെച്ചിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ തോട്ടിൽ വെള്ളം കോരാൻ പോണം, വിറ വറക്കണം. പറഞ്ഞല്ലേ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. നിങ്ങൾക്ക് അവിടുത്തെ എന്താണ് വിശേഷങ്ങൾ പറയൂ. ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ, ബാക്കി രണ്ടുപേരും ഇല്ല. വീടെത്താറായി. അതൊരു കുടം കൊണ്ട് വെച്ച്, ഇനി ഇതും കൂടെ ഉള്ളു, തീർന്നു. എനിക്ക് കണ്ണ് വയ്യാത്തതാണ് കേട്ടോ. ഞാൻ പിന്നെ പക്കറ്റ് എടുക്കും. കണ്ണ് ഭയങ്കര വേദന രാവിലെ മുതൽ. നമ്മൾ തോട്ടിൽ പോണം. നല്ല വെയില്, ഉച്ചയാവാറായി. എന്നിട്ട് ഇപ്പൊ തന്നെ എന്ത് വെയിലെന്നാ. ഉച്ചയാകുമ്പോ എന്ത് വെയിലായിരിക്കും. വഴിയൊക്കെ ഉണ്ട്, ഈ വഴിയൊക്കെ നമുക്ക് വൃത്തിയാക്കണം. താഴോട്ടുണ്ട്, എന്റെ വീടിന് താഴെ ഭയങ്കരമായിട്ട് കല്ലുകളും കിടപ്പുണ്ട്. കല്ലുകളുണ്ട്, അവിടെ നിന്ന് ഇടിഞ്ഞ് വീഴണം. നമുക്ക് ഇവിടെ വൃത്തിയാക്കി എടുക്കണം കുറച്ച്. തോട്ടിലും പോണം. വെയിലൊക്കെ ആയതുകൊണ്ട് തോട്ടിലെ വെള്ളമൊക്കെ പറ്റാറായി. കുറഞ്ഞു വരും. പിന്നെ നമ്മൾ ഈ കല്ലൊക്കെ ഉണ്ടല്ലേ, പാറക്കല്ലുകള്, അത് കെട്ടി നിർത്തിയൊക്കെയാണ്. അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഉണ്ട്. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ആ വെള്ളം കൂടെ പറ്റി നമ്മൾ എന്ത് ചെയ്യുമെന്തോ. ശരിയാ, പൈസ കൊടുത്ത് ഇനി കുളിക്കാനും കൂടി വെള്ളം മേടിക്കാൻ പറ്റത്തില്ലല്ലേ. പുറത്തോട്ടൊന്നും ഇറങ്ങാൻ വയ്യ, അത്രയ്ക്ക് ചൂട്. ഉച്ചയാവാറായി. എന്നിട്ടും വെയിൽ ഇപ്പോഴേ നിൽക്കുകയാണ്. ഇനി നമ്മളിത് വീട്ടിൽ കൊണ്ട് വെക്കട്ടെ. തോട്ടിലോട്ടൊക്കെ പോകുമ്പോൾ കാണിച്ചു തരാം. നമ്മളുടെ അരിയൊക്കെ അടുപ്പിട്ട് ഇവിടുത്തെ പൂത്തൊക്കെ വാരണം. നമ്മളെ വീട്ടിൽ ജോലിയൊക്കെ ഒതുക്കി കേട്ടോ. ഞാൻ രാവിലെ എണീച്ച് ഇവിടെ പിന്നെ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ള ഒരമ്മ പൂച്ചേനെയും കൊണ്ട് ആശുപത്രി പോയായിരുന്നു. പിന്നെ എൻ്റെ അമ്മ ഇപ്പൊ വീട്ടിൽ ഉണ്ട്. അപ്പൊ കുറച്ച് ജോലി അമ്മ അങ്ങനെ ചെയ്യും. നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾ ഇങ്ങോട്ട് വന്നു. എൻ്റെ പൂച്ചക്കുട്ടിക്ക് വയ്യ, നമ്മൾ ആഹാരമൊന്നും കഴിക്കുന്നില്ല ചേട്ടാ. അതുകൊണ്ട് ഇന്നലെയും കൊണ്ടുപോയി ഇഞ്ചക്ഷൻ വെക്കാൻ. ഇന്നും കൂടെ ലാസ്റ്റ് ഇന്നും കൊണ്ടുപോയി. 3 ദിവസം കൂടെ ഇഞ്ചക്ഷൻ വെക്കുകയാണല്ലേ? എന്നാ 3 ദിവസമായി. നീ പാത്രം കുറച്ചുണ്ട്, അത് തേച്ച് വെച്ചിട്ട് വേണം. നീ നമ്മൾ നടന്നു നിന്നല്ലേ വഴിയുണ്ടല്ലേ, വെള്ളം കൊണ്ടുവന്നപ്പോ കണ്ടില്ലേ, അവിടെ ഒന്ന് വൃത്തിയാക്കണം. എല്ലാം ഇടിഞ്ഞ് വീണ് അത് കെട്ടി വെച്ചതാണ് കല്ലുകൊണ്ട്. അതെല്ലാം കൂടെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അലർജിയാണ്, തുമ്മല. കുറെ നേരത്തേക്ക് പിന്നെ തണുപ്പ്, ഭയങ്കര അലർജിയാണ്. ഞാൻ എന്തെങ്കിലും അരിയട്ടെ. കാ എടുത്ത് നമുക്ക് അവിയൽ വെക്കും. നമ്മളെ അമ്മൂമ്മ വേണ്ട തോട്ടിലോട്ട് പോയാൽ തുണിയൊക്കെ കൊണ്ട് ഇവിടെ ആരും ഇല്ല. അപ്പം കുറച്ച് നമുക്ക് പോണം, വെള്ളം പോരാ. ഇവളാണ് നമ്മളെ രോഗിയുണ്ടോ, ആശുപത്രി പൊട്ടിപ്പാണ്ട് മോണ്ടൊരു അമ്മ വേണ്ട കൊണ്ടുവന്നു. സ്കൂബി വയ്യ, 2 ദിവസം കൊണ്ടേ ഒന്നും കഴിക്കുന്നേന്നുമില്ല. ആശുപത്രി പോയിട്ട് ഇൻഡ്യൂഷനൊക്കെ വെച്ചിന് അവളെ കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. നല്ല ക്ഷീണം ഉണ്ട് അവൾക്ക്. അങ്ങോട്ട് കൊണ്ടുപോട്ടെ, കിടത്താം. നമ്മളേണ്ട തോരൻ വയ്ക്കാം. തോരനല്ല, അവിയൽ വയ്ക്കുകയാണ്. ഇന്നലെ നമ്മൾക്ക് വേണ്ട ഇവിടെ ഒരു വാഴ ഒടിഞ്ഞു വീണു. കൊല അങ്ങോട്ട് പരുവാവുന്നതിന് മുമ്പ് വീണു. വെയിലും പിന്നെ അതിൻ്റെ കാറ്റും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഞാൻ പാത്രം വെച്ച് ശരിയാറായിട്ടാണ്. ഇച്ചിരി കൂടെ ഉള്ളു.
നല്ല വെയിൽ കേട്ടോ. വെയിൽ വരുന്നതിന് ഇവിടെ തേച്ചിട്ട് എണീക്കണം, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ചൂടാണ്. തീരാറായി അങ്ങനെ പെട്ടെന്ന് കഴിവുന്ന ഇനി വെള്ളമൊക്കെ കൊണ്ടുവരണം. വെയിലായി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഒരുപാട് ക്ഷീണിച്ചു പോകും. ഞാൻ ഒരു പഴുത്ത കപ്പയ്ക്ക് ഇരിപ്പുണ്ട്, അതും കപ്പയ്ക്ക് എടുക്കാൻ പോണല്ലേ. ഇവിടെ നമ്മളെ വീട്ടിലും ചേച്ചിമാരുടെ വീട്ടിലൊക്കെ ഉണ്ട് കപ്പയ്ക്ക്. ഇവിടെ എല്ലാം കപ്പയ്ക്ക് മയമാണ്. കപ്പയ്ക്കയും വാഴയും ചക്ക. എല്ലാരും നമ്മളെ കമന്റിൽ നമ്മൾ കണ്ട് ചക്ക കാണിച്ച് കൊതിപ്പിക്കല്ലേ എന്ന്. ഈ ചക്കയൊക്കെ നമ്മൾ ആയിട്ട് വരും സീസണൊക്കെ. ഇത് നമ്മള് കരുതി ചക്കയൊക്കെ തീരാറായിരുന്നു, പക്ഷേ ചക്ക വരാൻ പോണേ ഉള്ളു കേട്ടോ. വരാൻ പോണതേ ഉള്ളു. കണ്ടമാനം ചക്ക ഉണ്ട് ഇവിടെ, കണ്ടമാനം. ഈ പ്രാവശ്യത്തിൽ കുറവാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷമൊക്കെ നല്ല കൊറോണ കാലത്തായിരുന്നു ഏറ്റവും കൂടുതൽ ചക്ക. അന്ന് ചക്ക 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 എന്നും ചക്കയായിരുന്നു നമ്മളെല്ലാവരും വീട്ടില്. ചക്കയും ചക്കക്കുരു, ചക്കയും ചക്കക്കുരു. എനിക്ക് ഈ സമയത്ത് വെയിലുള്ള ഇഷ്ടമാണ്. ചുമലായതുകൊണ്ട് വെയിൽ കൊള്ളുമ്പോൾ ഒരു സുഖമാണ്. പിന്നെ കണ്ണ് കഴിയാത്തതുകൊണ്ട് വെയിൽ കൊള്ളാനും പറ്റുന്നുണ്ട്. ഇനി നമുക്ക് വഴി വൃത്തിയാക്കിയിട്ട് വെള്ളം കോരാൻ പോവാ അല്ലേ? വഴി വൃത്തിയാക്കുന്നത്. നമുക്ക് കപ്പയ്ക്ക് തിന്നാം. കപ്പയ്ക്ക് തിന്നാം. അരി തീർന്നു. കഴിയുമെന്ന് അടുപ്പിട്ടുണ്ട്. തേങ്ങ തേങ്ങ അവിടെ ഉണ്ട്, നമുക്ക് ഇരിപ്പുണ്ട്. നമ്മള് കപ്പയ്ക്ക് കഴിക്കാൻ കേട്ടാ. നല്ല പഴുത്ത കപ്പയ്ക്ക. അപ്പം ഇതാണ് എൻ്റെ അമ്മ. ജോലി സ്ഥലത്ത് നിന്ന് ജോലി കഴിഞ്ഞ് വന്ന് ഇപ്പൊ വീട്ടിലാണ്. അവിടെ ഇപ്പൊ ജോലി, ആ വീട്ടിലെ ജോലി തീർന്നു. ഇപ്പൊ വീട്ടിലാണ്. ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മളെ കൂടെ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ഒറ്റയ്ക്കുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അമ്മ സ്കൂബിനെ കൊണ്ട് ആശുപത്രി പോയിരുന്നു. ചേച്ചിയുടെ വന്ന് കുറച്ച് കഴിഞ്ഞാൽ അമ്മയും വന്നു. അമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വീട്ടിൽ കാണിക്കുന്നത്. അതിന്റെ ഒരു ഇതിലിരിക്കുകയാണ്, സംസാരിക്കുകയൊക്കെ ചെയ്യും. അതിന്റെ ചെറിയൊരു നാണമാണ് സംസാരിക്കാത്ത. ആദ്യമായിട്ടല്ലേ കാണിക്കുന്ന ഇങ്ങനെ, അതിന്റെ ഒരു എന്തിനു പറയണം, സങ്കടം വരണം. കുറച്ച് നാളുകൂടെ കഴിയുമ്പോ ഇവരൊക്കെ മിണ്ടും. ഓ ആദ്യം ഇങ്ങനെ മിണ്ടാതിരിക്കും. പിന്നെ ആകുമ്പം പരിചയമാകുമ്പം വീഡിയോ ഒക്കെ എടുത്ത് പരിചയമാകുമ്പം സംസാരിക്കും. അമ്മ വന്നോണ്ട് ഒരു സഹായമായി. നമുക്ക് വീഡിയോ അവിടെ പോയി ജോലി ചെയ്യണ്ടേ, വഴി വൃത്തിയാക്കണം, വെള്ളം കോരാൻ വേണം. അപ്പോഴത്തേക്കും അമ്മ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഒരു ആശ്വാസം. നമുക്ക് പുറത്തെ പണിയെല്ലാം ചെയ്യാം. നമ്മൾ കപ്പക്കാരൻ നിന്ന് പറഞ്ഞിട്ട് അമ്മയുടെ പേര് പറഞ്ഞോട്. അമ്മയുടെ പേര് പറയും. പേര് പറഞ്ഞോട്. അജിത. സംസാരിക്കുന്നില്ല, ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നോണ്ടൊരു പേടിയായിരിക്കും. നമ്മളതിന് വഴി വൃത്തിയാക്കാൻ പോട്ടെ. അപ്പോഴത്തേക്കും അമ്മയും വീട്ടിൽ ജോലിയൊക്കെ ചെയ്യും. നമ്മളിവിടെ വഴി വൃത്തിയാക്കാൻ പോവുകയാണ്. ഇവരവിടെ നമ്മാട്ടിയൊന്നും ഇല്ല കേട്ടോ. നമ്മാട്ടി തന്നെ മൺവെട്ടി. നമുക്ക് എൻ്റെ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരാം. അതെടുത്തിട്ട് അതിലേക്കൂടെ വന്ന് ഇതിലേ പോയിട്ട് നമുക്ക് ഇതിലേക്ക് വൃത്തിയാക്കണം. വൃത്തിയാക്കുന്നത് കുറച്ചേ ഉള്ളു. ഇത് ഈ മണ്ണെത്തി ഒന്ന് സൈഡിലോട്ടൊന്ന് മാറ്റിയാൽ മതി. ഇടിഞ്ഞൊക്കെ വീണ അതൊക്കെ നടക്കാൻ പറ്റത്തില്ല. താഴെ കണ്ടോ, അഥവാ കല്ലെങ്ങനെ തട്ടി താഴെ വീണാലേ. ആകെ എത്ര വഴിയുള്ളു. ഈ വഴി കൂടെ രാത്രിയാകെ നടന്നു വന്നാൽ നമ്മളങ്ങ് താഴെ വീണു പോകും. അതുകൊണ്ട് ഇത്തിരി ഒന്ന് വൃത്തിയാക്കണം. നമ്മൾ വഴി വൃത്തിയാകണ്ട, കുറച്ചേ ഉള്ളു. ഈ മണ്ണ് മാത്രം ഒന്ന് വെട്ടി കോരി ഒന്നും ആണ്ട് ഈ സൈഡിലോട്ടൊക്കെ ഒന്ന് ഇട്ടാൽ മതി. തൂത്ത് വൃത്തിയാക്കിയുടെ ചരലുണ്ട് കേട്ടോ. രാത്രി നടന്നു വരുമ്പോൾ ഭയങ്കര പൊടി. എനിക്ക് പനി ആയതുകൊണ്ട് പൊടി വന്ന് കയറുന്നു. എന്ത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. മണ്ണൊന്ന് പെട്ടെന്ന് കോരി മാറ്റണം. നിങ്ങൾ കാണാൻ പറയല്ലേ ഈ വഴിയുണ്ടോ? ഇച്ചിരി വഴിയുള്ളുണ്ടോ? താഴോട്ടേ കിടക്കുന്നുണ്ട്. ഈ സൈഡിലോട്ട് കോരി കോരി ഇട്ട് കൊടുത്താൽ മതി. ഈ കുന്നും പ്രദേശം ആയതുകൊണ്ടാണ് ഇവിടുന്നൊക്കെ പിന്നെ ഇങ്ങനെ മണ്ണ് നിരങ്ങി ഇറങ്ങി വരും. ഇങ്ങനെ വെച്ചാലും പിന്നെ വീഴുമായിരിക്കും. ഇനി മഴക്കാലമാകുമ്പോൾ ഇവിടുന്ന് ഇടിഞ്ഞ് വീണോണ്ടേ ഇരിക്കും. തൽക്കാലത്തേക്ക് നമുക്ക് വൃത്തിയാക്കി ഇടാല്ലേ. ഞങ്ങളത് ബാങ്ക് വിളിക്കുന്നുണ്ട്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മളങ്ങനെ തൂക്കത്തൊന്നുമില്ല. നമ്മള് ചെയ്ത് തീരാറായി. ഈ കുറച്ചും കൂടെ ഇതും കൂടെ ഒന്ന് അവിടെ ഇടാൻ സ്ഥലമില്ല കേട്ടാ. അവിടെ ഇച്ചിരി ഒരു വഴിയല്ല, അതുകൊണ്ട് കുറച്ചെല്ലാം ആ സൈഡിലോട്ട് നീക്കി കൂട്ടി ഇനി വൃത്തിയാക്കിയിട്ട് വേണം തോട്ടിലോട്ട് പോവാൻ. നല്ല വെയിലായി. പറഞ്ഞില്ല നേരത്തെ തന്നെ വെള്ളം കുറെ വിറ്റ് വെയിലുണ്ടെന്നത്. ഉച്ചയാവാറായപ്പോ നല്ല വെയിലായിരുന്നു. വെള്ളം കൊണ്ടിട്ടാണ് നമുക്ക് കഴിക്കാൻ.
വഴി നമ്മൾ ചെറുതൊന്ന് വൃത്തിയാക്കാം. തോട്ടിലോട്ട് പോകുമ്പോ കാണാം. നമ്മളെ മാങ്ങ എറിഞ്ഞിടാൻ പോകണം. എറിഞ്ഞിട്ടാ വീഴത്തില്ല, എങ്കിലും വീണില്ലെങ്കിൽ നമ്മൾ തോട്ടാച്ചു കൊടുക്കും. തോട്ടം നമ്മൾ വെച്ചിട്ടുണ്ട്. അവിടെ 3 മാങ്ങ ഇരിക്കുന്നുണ്ടോ? കാണിച്ചു കൊടുക്കും. അതാണ് നമ്മള് നോക്കി വെച്ചിരിക്കുന്നത്. അതാണ് എന്റെ ലക്ഷ്യം. അതിൽ തന്നെ കൊള്ളുന്നോന്ന് എനിക്കറിയത്തില്ല. നമ്മളിതുവരെ മാങ്ങയൊന്നും എറിഞ്ഞിട്ട് അങ്ങനെ വീട്ടിയിട്ടില്ല. ഞാൻ എറിഞ്ഞാ ഒന്നി ഇതിലേ പോകും, ഇല്ലെങ്കിൽ അതിലേ പോകും, ഇല്ലെങ്കിൽ എന്റെ വീടിന്റെ മണ്ടേ നോക്കാം. എന്നാലും പോകാൻ എറിഞ്ഞു നോക്കാം. വീണ് കഴിഞ്ഞാൽ അമ്മ എന്നെ കൊടുക്കും. അതിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടാ. അടുത്തുണ്ട് കേട്ടോ. ഇത് കുഞ്ഞല്ലെന്ന് എനിക്ക് പറ്റൂല. മുട്ടി വലിയ വലിയ എനിക്ക് ഇച്ചിരി വലിയ അല്ലേ തന്നെ വേണം. മൂന്നെണ്ണത്തിന് ഒരു മാങ്ങ വീണ്. ഒരെണ്ണം വേണ്ടേ? ആദ്യമായി 5 ഒരെണ്ണം ഇറങ്ങിട്ടിരിക്കുകയാണ്. അതിന്റെ സന്തോഷം. ഓ, ഞാനെന്താ റേറ്റ് എന്റെ വീട്ടിന്റെ ഒരെണ്ണം വീണ്ടുണ്ടാ. ഇനി നമുക്ക് 2 എണ്ണം കൂടെ ഉണ്ട്. നോട്ടി അറിയുമ്പോ സൂക്ഷിച്ചോണം വീട്. ഓ, ഒരെണ്ണം വീണ് ഞങ്ങൾ എറിഞ്ഞിട്ടോ. ഒന്നേ വീണോളൂ. കൈ നല്ല കൈ തടി. ഉണ്ടോ? ഒരു മാങ്ങ കൊണ്ട് ഇവിടെ വീണ്. 2 ഉണ്ട്. 2 ഉണ്ട്. 2 ഇനി ഒരെണ്ണം കൂടെ കാണാനുണ്ട്. 3 എണ്ണം നമ്മൾ എറിഞ്ഞാണ് കേട്ടോ. കള്ളമല്ല കേട്ടോ, സത്യമായിട്ട് എറിഞ്ഞാണ് കേട്ടോ. ആദ്യമായിട്ടാണ് എന്തോ ഭാഗ്യത്തിൽ എറിഞ്ഞിട്ടപ്പം വീണ്. 2 ഒന്നിച്ചൊക്കെ വീണ്. ഇത് എവിടെയാണെന്ന് കണ്ടു. അവിടെ ഉണ്ടാകുന്ന കിട്ടി. കാണിച്ചെടുത്ത്. ഇനി ഒരാളും കൂടെ ഉണ്ട്. ഇവിടെ എവിടെയെങ്കിലും കാണും. നല്ല മണമുണ്ട് കേട്ടാ. ആ മണം കേട്ടിട്ട് ഇങ്ങോട്ടൊന്ന് നോക്കിയത്. ഇവിടെ ഇറങ്ങിയപ്പോഴും നല്ല മണമുണ്ട്. ഇനി ഒരു മാങ്ങയും കൂടെ ഉണ്ട്. മേലോട്ട് കേശു എന്തിനു നോക്കാൻ വന്നാടാ? കേശുവേ, ശബ്ദം കേട്ടുകൊണ്ട് അന്നതാണ് നോക്കാൻ വന്നെയാണോ മാങ്ങ? ഇനി കൊണ്ടുപോ. നമ്മൾ അങ്ങോട്ട് നോക്കട്ടെ കേട്ടോ. മേലോട്ട് വരുന്നു. അവിടെ ഉണ്ടാ? അതുകൂടെ കിട്ടിയിരുന്നെങ്കിൽ പിന്നെ കേശുവേ, നോക്കട്ടെ. നോക്കി പോണേ. ആ പോയി. നമ്മള് എറിഞ്ഞിട്ട് മാങ്ങയൊക്കെ പോയി എടുത്ത് നിന്നേട്ടോ. കണ്ടേ, ഒരു മാങ്ങ കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് പാട്. 2 എണ്ണം പെട്ടെന്ന് കിട്ടി. ഒന്നങ്ങ് താഴെ പോയിരുന്നു. എത്ര എന്നാലും നമ്മള് തിരിച്ചു വന്നില്ല. നമ്മളത് കണ്ടുപിടിച്ചിട്ടേ വന്നോളൂ. നമ്മളുടെ ദാഹിച്ചേട്ടാ കരിക്ക്. അമ്മയുടെ പൊതിച്ചു വെച്ചാക്കുന്നു കരിക്ക്. ഇനിയുണ്ട്. ഇന്നലെ തേങ്ങ അടത്തിയായിരുന്നു. അപ്പൊ അതിന്റെ കരിക്കാണ്. കുറച്ച് കരിക്കും വെള്ളം കുടിക്കാം. ചൂടൊക്കെ ഇല്ലേ? ചൂട് വേണ്ടുമ്പോ കരിക്കാണെന്ന് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ തോട്ടിലോട്ട് പോണോ കേട്ടാ. അങ്ങനെ വെയില്, അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ പോയാൽ നല്ല വെയിലാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ അതൊന്ന് കഴിഞ്ഞിട്ട് പോവാന്നേ. മാങ്ങയൊക്കെ നമുക്ക് തിന്നണം. ഈ ചൂടത്ത് കരിക്കുമ്പളെ കുടിക്കുന്നുണ്ട്. പിച്ചാ തീർത്തില്ലല്ലേ? പിച്ച തിന്നട്ടെ. ഇതും കൂടെ എടുക്കട്ടെ. ഓ, ഇങ്ങനെ വരയിട്ട് പിന്നെ ചിരട്ടയിൽ തന്നെ നല്ല തണുപ്പുണ്ട്. ഇത് വേറെ രീതിയിൽ മതി. എങ്ങനെയാലും കിട്ടിയതിന് അതിന് വിട്ടു പിടിച്ചു. തേങ്ങയില് തേങ്ങയിൽ വെട്ട്. എന്നിട്ട് കറക്റ്റ് ചിരട്ട പൊട്ടി. തേങ്ങ കൂടെ കഴിക്കിങ്ങനെ കേട്ടാ. നല്ല മധുരമുള്ള വെള്ളമാണ്. ഈ വെള്ളം ഒരു എരിവ് പോലെ ഉണ്ടല്ലേ.
നമുക്ക് ഇതും കൂടെ പൊതിക്കാം. വെള്ളം കുടിക്കാൻ പോയി. നല്ല തണുപ്പ്. കൊള്ളാല്ലേ? ഇതിന് മധുരമല്ല, നല്ല എരിവുണ്ടല്ലേ. ആ എരിവാണ് ഇതിന് രുചി. നല്ല രസമുണ്ട്. നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റ് നമ്മളിവിടുത്തെ നാടൻ കരിപ്പൊടിയുന്ന വെള്ളത്തിലാണ് അല്ലേ? നമ്മ കുറച്ച് കഴിക്കില്ല. പിച്ചാറ്റിന്റെ ആവശ്യമില്ല. ഇങ്ങനെ വെച്ചിട്ട് മാങ്ങ നമുക്ക് തോട്ടിൽ പോയിട്ട് തിന്നാം വെള്ളം കോരാൻ പോകുമ്പോ. പിന്നെ കുറച്ച് ജോലിയൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് തോട്ടിൽ പോകണം. ഭയങ്കര വെയിലായി. അങ്ങനെ പിന്നെ നമ്മളങ്ങ് മടിച്ചത് പോവാൻ. ഒരു വെയിലത്ത് ഇറങ്ങിപ്പോയി നമ്മുടെ ഉപ്പാട് വരും. വീട്ടിൽ തന്നെ ഇരിക്കാൻ ഭയങ്കര ചൂട് കാരണം. അപ്പൊ അവിടെ പോയാ നല്ല വെയിലുണ്ട്. കാക്ക നമുക്ക് കുറച്ച് ജോലി വരും. പിന്നെ കാണാം. ഇനി നമുക്ക് അടുത്തതില് കാണാം. പിന്നെ നമ്മള് തിന്നിട്ട് ടാങ്കില് വെള്ളം അടിക്കണ്ടായിരുന്നു ചേച്ചിയുടെ വീട്ടിലെ. ചേച്ചി താഴേന്ന് ടാങ്കില് ഓസ് ടാങ്കിട്ടേ പിടിച്ചോണ്ടിരിക്കും. ഒരാള് പിടിക്കണം. ചേച്ചി അതുമല്ല പനി. നേരത്തെ കണ്ട് നമുക്ക് തുമ്മലായിരുന്നു. അതിനാണ് കൊടയും കൂടെ പിടിച്ചോണ്ടിരിക്കുന്ന. ഈ ടാങ്കിൽ വെള്ളമൊക്കെ പിടിച്ചിട്ട് നമുക്കിനി തോട്ടില് പോവാൻ. തോട്ടിൽ നിന്ന് വെള്ളം പോരണ്ടേ? അതിന് പോണം. പിന്നെ ഓസ് ഉണ്ടാ താഴെ ഒരു പിറ്റേക്ക് നിറവ് കയറി അത് പിടിച്ചോണ്ടിരിക്കണം. നീ വെള്ളം ടാങ്കിൽ പിടിച്ചേക്കണം. പിന്നെ തോട്ടിൽ പോണം. ഇതൊക്കെ തന്നെ. നല്ല വെയിലും ഉണ്ട്. നമ്മള് രാവിലെ നമ്മൾ പറഞ്ഞ ഒരു വാഴ ഒടിഞ്ഞ് വീണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിന്റെയാണ് കണ്ട് വെട്ടിയെടുത്തേക്കുന്നത്. രാവിലെ അവയിൽ വെച്ചല്ലേ മഴ. ഞാൻ പീൻ്റെ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അതെ, അത് എന്തിനും നമ്മുടെ ചാനൽ നമ്മൾ തിന്നേ. നിങ്ങൾക്ക് ഇത് എന്തിനാന്ന് ചുമ്മാ ഇത് ഞാൻ വെറുതെ വെട്ടുന്നത്. വെട്ടാൻ നല്ല കിളിക്കട്ടി രാവിലെ നമ്മളെ കൂടെ ഇല്ലായിരുന്നല്ലേ? വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് വന്നത്. വെള്ളം കേട്ടാ കൊള്ള എങ്ങനെ ഇട്ട് വെട്ടിക്കൊണ്ടിരിക്കും. കളിക്കാൻ വൃത്തിയൊക്കെ നമ്മളിപ്പോഴും തോട്ടിൽ പോകണില്ല കേട്ടോ. ഭയങ്കര വെയില്. പോകാൻ പറ്റത്തില്ല. നമ്മൾ കഴിച്ചിട്ടൊക്കെ പോണോട് തോട്ടത്തിൽ. കഴിച്ചാൽ ക്ഷീണം വരും. ക്ഷീണം ഒരു കാര്യമില്ല. വെള്ളം കുരിയില വെച്ചു അപ്പഴത്തേക്കും വെയിലൊക്കെ പോവും. വൃത്തിയാക്കി നമ്മൾ ഇടും കേട്ടോ. ഐറ്റം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഐറ്റം പറയത്തില്ല ഇപ്പൊ എന്തിനാണ് നമ്മൾ പറയത്തില്ലേ? എല്ലാം നമ്മൾ അങ്ങനെ പറയില്ലല്ലോ. വൃത്തിയാക്കി എടുത്തിട്ടുണ്ടോ? ഇതിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. കാന്തരിമുളക് കൊടുക്കണം. കാന്തരിമുളകൊക്കെ വെയിലാണ്ട് ഉണങ്ങി. വെയിലാണ്ട് എല്ലാം ഉണങ്ങി പോയി കേട്ടോ. കാന്താരിയൊക്കെ ഉണ്ടായിരുന്നു. വെയിലായപ്പോ എല്ലാം ഉണങ്ങിപ്പോയി. ഇതെല്ലാം മരം കളരി. നമുക്ക് വീട്ടിലിട്ട് പോകണം. കാന്താരി ഇങ്ങനെ പറിക്കും. എല്ലാം അങ്ങ് വാടിപ്പോയി. ചൂടിന്റെ ഇതുകൊണ്ട് എല്ലാം പോയി. നമ്മള് ഉച്ചക്കെല്ലാം റെഡിയായി കഴിക്കാൻ കേട്ടാ. അകത്തൊക്കെ ഭയങ്കര ചൂടാണ്. ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളെ പുറത്തോട്ടൊക്കെ നിൽക്കുന്നു. ഇവിടെ വല്ല കാറ്റൊന്നുമില്ല. എങ്കിലും കാണാനൊക്കെ കഴിക്കട്ടെ. കഴിച്ചിട്ടാ കാണാം. നമ്മള് തോട്ടി വന്നിട്ടുണ്ട് കേട്ടാ. തോട്ടി വന്ന് വെള്ളം പറയാനായിട്ട് തന്നെയാണ്. നമ്മള് മാങ്ങയോടെ കൊണ്ടുവന്നു. കുളിച്ച് വെള്ളം കോരിക്കൊണ്ട് കയറി പോവാം. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. നമ്മൾ ഈ കുളിച്ചിട്ട് കയറി പോവാന്ന് വെള്ളമൊക്കെ മുളകൊടി ഇപ്പൊ കേട്ടാണ് നമ്മൾ വന്നത്. നമ്മളെല്ലാം മാങ്ങയെടുത്ത് ഇങ്ങനെ ആക്കിയപ്പോഴേ വായിന്ന് വെള്ളം വരുന്നു. കുളിക്കുന്നു. നല്ല മണം. ഇത്ര നേരം വെയിലത്തൊക്കെ നിന്നിട്ട് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കാല് കുത്തി നിന്നപ്പോ നല്ല സുഖം. തണുപ്പ്.
നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. അപ്പൊ നമ്മള് മാങ്ങാണ്ട് പൊട്ടിച്ചെടുത്തിട്ട് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഈ മാങ്ങയൊക്കെ കാണാൻ അതിന് വെള്ളം വരും. വീട്ടിൽ നമുക്ക് കഴിക്കാം, പക്ഷെ ഇത് വൈവ് കിട്ടണമെങ്കിൽ ഇവിടെ നല്ല കാറ്റ് സെറ്റ് കേട്ടോ. ഒരു മാങ്ങ കൊണ്ടിരിക്കുന്നു, അതിന് മാറ്റിയിട്ട് അതും കൂടെ ചതിക്കുന്ന ക്ഷമ ഞങ്ങൾക്കില്ലായിരുന്നു. ഇപ്പോഴേ വായിൽ വെള്ളം വരുന്നു. നല്ല രുചി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല്ലേ, ഇതിൽ എരി കൂടിയാലും കുഴപ്പമില്ല, ഒന്നുമില്ല. എത്ര എരിയുണ്ടെങ്കിലും തിന്നു. ഞങ്ങളെ ക്യാമറാമാനോട് കൊതി വിട്ടിരിക്കണം കേട്ടോ അത് കാണാൻ നേരത്ത്. ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. വൈകുന്നേരം കൊടുത്തിട്ട് പോണം. ഇത്ര മുളക് പൊടി കിട്ടും, മിക്സ് ചെയ്ത് കുളിക്കണം. പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് നല്ല രുചിയാണ്. അതിനോട് കഴിക്കാം. നമ്മളെന്നെ കെട്ടിച്ച് തന്ന കല്ലൊക്കെ ഇട്ടു. അതാണ് പറഞ്ഞ കല്ല് പറക്കിയിട്ടിട്ട് നമ്മൾ കുളിക്കട്ടെ, വെള്ളം കൊണ്ടുവന്നു. ആദ്യം നമ്മളിത് ഇന്ന് തീർക്കണം. ചീരക്ക് നമ്മുടെ നാട്ടിലെ ചീരക്കൊക്കെ വെള്ളം ഒഴിക്കണം. എരിയ കൊണ്ടേ കയറി, അപ്പം അതിനും വെള്ളം കൊണ്ട് പോകണം. വെയിലൊക്കെ താന്നിട്ട് ചീരക്കൊക്കെ വെള്ളം ഒഴിക്കണം. അപ്പോഴും കാണിച്ചേ നല്ല കാറ്റില്. അപ്പം നമ്മൾ കുളിച്ച് കഴിഞ്ഞ് വെള്ളം എല്ലാം കൊണ്ട് പോവുകയാണ് വീട്ടിലോട്ട്. കൊണ്ടുപോയിട്ട് ചീരക്കൊക്കെ ഒഴിക്കണം. കുറച്ച് കാപ്പി അത്രയൊക്കെ ഉള്ളു. നമ്മൾ വീട്ടിലോട്ട് പോട്ടെ, ഇനി അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല, സംസാരിക്കാനും പറ്റത്തില്ലേ. പാടാണ്. കയറണ്ടേ. നമുക്ക് ഈ വീട്ടിൽ ചെന്നിട്ടൊക്കെ ചീരക്ക വെള്ളം ഒഴിക്കുമ്പോൾ കാണേ. നമ്മൾ ചീരക്കേണ്ട വെള്ളം ഒഴിക്കുകയാണ്. പൊടിച്ച് വന്നതേ ഉള്ളൂ, നല്ലോണം കിളിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവരും കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിപ്പോണ്ടേ ഓല ഇട്ടാക്കുന്നതേ ഡയറക്റ്റ് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ മണ്ട ചെന്ന് അതിങ്ങനെ ചരിഞ്ഞൊക്കെ പോകും. ഞങ്ങളിങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കമന്റ് ചെയ്യണേ. പലരും പല രീതിക്കല്ലേ, നമ്മൾ ഇവിടെ ചെറുതായിട്ട് നമുക്കൊക്കെ കഴിക്കാൻ വേണ്ടി. നമുക്ക് മുകളിലും ഉണ്ട്. മുകളിലുണ്ട്, അവിടെ വെണ്ടയ്ക്കയും വാളരിങ്ങയൊക്കെ ഉണ്ട്, നട്ടിട്ടുണ്ട് നമ്മൾ. അപ്പം അതിനൊക്കെ വെള്ളം ഒഴിക്കണം. അപ്പം ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ വിശേഷം. ചെറിയൊരു പരിപാടി എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു. നമുക്ക് ഇതുപോലെ പിന്നെയും കാണാം. പിന്നെ കാണാം. ബൈ.